സമാധി എന്നത് പല തരത്തിലുണ്ട്. നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, സഹജ സമാധി, മഹാസമാധി, അങ്ങനെ പലതരത്തിലുള്ള സമാധികൾ ഉണ്ടെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നത് സ്വരൂപ സമാധി, ഗോൾഡൻ ലൈറ്റ് ബോഡി അല്ലെങ്കിൽ റെയിൻബോ ബോഡി, ആ തലത്തിലേക്കുള്ള സമാധിനെയാണ് ഏറ്റവും ഉയർന്ന ആ ഒരു തലത്തിലേക്ക് സിദ്ധ ഗുരുക്കന്മാർ കൊണ്ടുവന്നിരിക്കുന്നത്. മെയിനായിട്ട് ഈ കല ബുദ്ധ സന്യാസിമാരുടെ ഇടയിലും അതേപോലെ തമിഴ് സിദ്ധന്മാരുമാണ് ഈ ഒരു വിദ്യയെ തലമുറകളായി കൈമാറി വരുന്നത്. കാലങ്ങളായി ഓരോ യുഗങ്ങളിലും അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരിലേക്ക് ഈ വിദ്യ കൈമാറി വരുന്നു. മഹാസമാധിയാണ് എങ്കിൽ ഒരു സിദ്ധൻ മഹാസമാധി അടഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് വർഷങ്ങളോളം ആ സമാധി മണ്ഡപത്തിൽ ഡിവൈൻ എനർജി അവിടെ എത്തുന്ന എല്ലാവരിലേക്കും കിട്ടുന്നതാണ്. എന്നാൽ നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി തുടങ്ങിയവയെല്ലാം നമ്മൾ സാധാരണ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ നമ്മൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മളുടെ മനസ്സിൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ അറിയാനുള്ള, മനസ്സിനെ നിശ്ചലമാക്കിക്കൊണ്ട് അറിയാനുള്ള, ബോധപൂർവം അറിയാനുള്ള ഒരു വിദ്യയായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ ഏറ്റവും ആ ഒരു അതിസൂക്ഷ്മമായ യോഗവിദ്യ സിദ്ധന്മാർ വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇന്നും കാത്തു സൂക്ഷിച്ചു വരുന്നത്. അതിന് കാരണം സാധാരണ മനുഷ്യർക്ക് ഈ ഒരു ഡിവൈൻ എനർജിയെ ഡയറക്റ്റ് ശരീരത്തിലേക്ക് എടുക്കാനായിട്ട് ശരീരം അതിനനുസരിച്ച് പാകപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആ ഒരു പരിശീലനമില്ലാതെ ഈ ഒരു എനർജിയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയോ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും അതീവ സൂക്ഷ്മമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യനിലേക്ക് മാത്രമാണ് ഈ വിദ്യ കൈമാറി വരുന്നത്. പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള എനർജികളുണ്ട്. അതെല്ലാം ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, ഏതെങ്കിലും പ്രവർത്തിപ്പിക്കാനോ ചലിപ്പിക്കാനോ ഒക്കെ. പക്ഷേ അതിന് സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എന്നാൽ കോസ്മിക് എനർജിയും ഡിവൈൻ എനർജിയും, ഇത് രണ്ടും, കോസ്മിക് എനർജി പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിലനിൽപ്പിനാവശ്യമായ ഊർജമായിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അത് അതാത് സ്ഥലത്ത് ഏത് പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ച നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ ഡിവൈൻ എനർജി അങ്ങനെയല്ല. ഡിവൈൻ എനർജി ശുദ്ധ പ്രാണൻ, അതായത് ഊർജം, ജ്ഞാനമുള്ളതാണ്, ബോധമുള്ളതാണ്, എവല്യൂഷണറി എനർജി ഉള്ളതാണ്, പരിണാമ എനർജി ഉള്ളതാണ്. അതൊരു ദൈവിക ഊർജമാണ്. അത് ബോധമുള്ള എനർജിയാണ് ഡിവൈൻ എനർജി. അപ്പോൾ കോസ്മിക് എനർജിയും ഡിവൈൻ എനർജിയും സെപ്പറേറ്റ് ആണ്. കോസ്മിക് എനർജിയെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ബുദ്ധിയുള്ള ചൈതന്യമാണ് ഡിവൈൻ എനർജി. ആ ഡിവൈൻ എനർജീനെയാണ് സിദ്ധഗുരുക്കന്മാർ അവരുടെ തപശക്തി കൊണ്ട്, സിദ്ധികൾ കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് ശേഖരിച്ച് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതിസൂക്ഷ്മമായ ആ ഒരു തലത്തിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ പ്രപഞ്ച ശക്തികളെ, കോസ്മിക് എനർജിയെ നിയന്ത്രിക്കാനുള്ള ശക്തി നേടിയതിന് ശേഷമാണ് സ്വരൂപ സമാധിയിലേക്ക് എത്തുന്നത്. ആ ഒരു ചൈതന്യത്തെ നമ്മൾ പ്രാണായാമ ടെക്നിക്ക് ചെയ്യുമ്പോൾ കോസ്മിക് എനർജിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് ശരീരത്തിൻ്റെ വിവിധ
പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജിയാണ്. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഊർജ്ജം നൽകുന്ന എനർജിയാണ് കോസ്മിക് എനർജി എങ്കിൽ, ഡിവൈൻ എനർജി എന്നുള്ളത് അത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധ പ്രാണബോധമുള്ള പ്രാണനാണ്. കോസ്മിക് എനർജി നമ്മൾ പ്രാണായാമ ടെക്നിക്കിലൂടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് പ്രാണായാമ അല്ലെങ്കിൽ അതേപോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഭക്ഷണത്തിലൂടെയും ശ്വാസത്തിലൂടെയും ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സിദ്ധകലയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള സിദ്ധന്മാർ 18 സിദ്ധന്മാരാണ്. 108 സിദ്ധന്മാരെ പറയുന്നുണ്ട്, എങ്കിലും മെയിനായിട്ട് 18 സിദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അഗസ്ത്യരാണ് എല്ലാ കലയുടെയും ശരീരത്തെ കായകൽപ്പസിദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയും ഒക്കെ ഏറ്റവും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു ഗുരു എന്ന് പറയുന്നത്. ശരീരത്തെ ആ ഒരു കായകൽപ്പ സ്ഥിതിയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഡിവൈൻ എനർജിയെ ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവർ അതിന് തയ്യാറാകുന്നത്. അതിനുശേഷമാണ് സ്വരൂപ സമാധിയിലേക്ക് അവർ പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു വിദ്യ ശിഷ്യപരമ്പരയിലൂടെ മാത്രമാണ് കൈമാറി വരുന്നത്. കൂടാതെ ഡിവൈൻ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സിദ്ധ ഔഷധക്കൂട്ടുകളിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഔഷധങ്ങളോ ഒക്കെ ഈ ഒരു സിദ്ധ ഗുരുക്കന്മാരിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന ഭക്തർക്കും ആ ഒരു ഡിവൈൻ എനർജിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോസ്മിക് എനർജീനെ നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ശ്വാസവും നമ്മൾ പ്രാണായാമ ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഡിവൈൻ എനർജി ഒരു സീക്കർ യഥാർത്ഥമായ ഭക്തിയിലൂടെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു റിയാലിറ്റി ഇത് റിയൽ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് റിലേറ്റീവ് റിയാലിറ്റിയാണ്. ആക്ച്വലി ഇത് റിലേറ്റീവ് റിയാലിറ്റിയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ മാറാത്ത ഒന്നുണ്ട്, അത് എന്താണ് എന്നുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാത്തിലേക്കുള്ള പ്രവേശനം തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ അബ്സല്യൂട്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, ആ അറിയാനുള്ള ആഗ്രഹത്തിലൂടെ ഒരുപാട് നമ്മൾ ആ ഒരു കഠിന പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നടന്ന് ആ സ്പിരിച്വൽ പാത്തിലൂടെ നടന്ന് അതിലേക്ക് എത്തേണ്ടതുണ്ട്. ഡിവൈൻ എനർജി ഒരു മതത്തിൻ്റെയും അവകാശമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. കോസ്മിക് എനർജിയും അതേപോലെ തന്നെ ഒരു മതത്തിനോ പ്രത്യേക വിഭാഗത്തിനോ മാത്രമുള്ളതല്ല. അതെല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ഡിവൈൻ എനർജി നമ്മൾ അന്വേഷണത്തിലൂടെ മാത്രമാണ് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് റിലേറ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്? ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ലോകം, ഈ പ്രപഞ്ചം, മനുഷ്യർ, ജീവജാലങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇത് റിലേറ്റീവ് റിയാലിറ്റി. പക്ഷേ ഇത് ഒറിജിനലായിട്ട് നമുക്ക് എന്തുകൊണ്ട് അനുഭവിക്കുന്നു? എല്ലാവരും ഈ ഒരു പ്രപഞ്ചത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരേ ടൂൾ ഉപയോഗിച്ചാണ്. ബ്രെയിൻ, ബയോളജിക്കൽ ടൂൾ, അതുപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇത് ഒറിജിനലാണ് എന്നുള്ള അനുഭവം ഉണ്ടാകും. നമ്മൾ മറ്റെന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ടാണ്, ബ്രെയിൻ അല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ടൂൾ കൂടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കാണുന്ന ആ ഒരു രീതി തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരേപോലെ ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നതിന് കാരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ബയോളജിക്കൽ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തന്നെ അനുഭവിക്കുന്നു. പക്ഷേ ഇത് റിലേറ്റീവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളത്, ആ ഒന്നിനെയാണ് നമ്മൾ അറിയേണ്ടത്, അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ അന്വേഷണത്തിലാണ് നമ്മൾക്ക് ആക്ച്വലി ആ ഒരു അബ്സല്യൂട്ട്
സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമ്മൾ അനുഭവിച്ചാലും എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും, അബ്സല്യൂട്ട് റിയാലിറ്റിയിലേക്ക് എത്തുന്നത് വരെ. അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് അറിവുകൾ, ജ്ഞാനം, ഭക്തി, അതേപോലെ പല നമ്മളുടെ ഒരു മാനസിക തലത്തിലുള്ള ഉയർന്ന തലത്തിലുള്ള ചിന്താഗതികൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. കമ്പാഷൻ, കരുണ, ദയവ്, ഇതെല്ലാം ഉള്ളവരാണ് ഈ ഒരു പാത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായ യോഗ്യത നേടുന്നത്, സിദ്ധ ഒരു ശിഷ്യ പരമ്പരയിലേക്ക് എത്തിപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.